PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നവനായിട്ട് സിലബസ് ബേസ്ഡും ടൈം ടേബിൾ ബേസ്ഡുമായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും എടുത്ത് പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് 10th പ്രിലിംസിൻ്റെ ഇന്നും നമ്മൾ സിലബസ് ബേസ്ഡ് ആൻഡ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഫസ്റ്റ് ഘട്ടത്തിലേക്ക് 28-ാം തീയതിയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം 10th പ്രിലിംസിന് നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഇനി ജസ്റ്റ് 16 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു 16 ദിവസം എങ്ങനെ നമുക്ക് നല്ല മികച്ച രീതിയിൽ വിനിയോഗിക്കാം, പോർഷൻസ് റിവിഷനോടുകൂടി കവർ ചെയ്ത് പോകാം എന്നതിനെ ആസ്പദമാക്കി ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിളിൻ്റെ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചാനൽ നോക്കിയിട്ട് ടൈം ടേബിളിൻ്റെ വീഡിയോ കാണുക. ആ വീഡിയോ പ്രകാരം നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 10th പ്രിലിംസിന് 25 മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മോഡൽ എക്സാമോ അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. നിങ്ങളെല്ലാവരും മറക്കാതെ മിസ്സാക്കാതെ ആ ടൈം ടേബിൾ വീഡിയോ കണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്ന ടൈം ടേബിൾ ഇന്നത്തെ, അതായത് ഈ 16 ദിവസം കൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് 12-12-2024 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജനെ കുറിച്ചും ഹൈഡ്രജനെ കുറിച്ചുമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓക്സിജനെ കുറിച്ചും ഹൈഡ്രജനെ കുറിച്ചും പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ചോദ്യം നോക്കിക്കേ. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിനു നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് ഈ വാതകം? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന ഒരു തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏതാണ് ഈ വാതകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ വാതകം ഏതാണ്? ഹൈഡ്രജനാണ് ഈ ഒരു വാതകം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാനുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഹൈഡ്രജന് പ്രത്യേകത എന്തൊക്കെയാണ്? ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ. എന്താണ്? ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള മൂലകം ഏതാ? അത് ഹൈഡ്രജനാണ്. ഭാവിയിലെ ഇന്ധനം എന്നാണ് എന്തറിയപ്പെടുന്നത്? ഹൈഡ്രജൻ അറിയപ്പെടുന്നത്. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന ഒരു തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി ആണെന്ന് ശബ്ദത്തോടെ വാതകം കത്താൻ പറയുന്നത്. കാരണം എന്താണ്? കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന എന്താ? സ്വയം കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം കൂടിയാണ് ഏത്? ഹൈഡ്രജൻ. ഇനി എല്ലാ ആസിഡുകളിലും പൊതുഘടകം, ഏതൊരു ആസിഡ് എടുത്താലും അതിന് പൊതുഘടകമായിട്ടുള്ള ഒരേ ഒരു മൂലകമേ ഉള്ളൂ. അതേതാണ്? അത് ഹൈഡ്രജനാണ്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഏത്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 ഭാഗവും ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 ഭാഗവും എന്താണ്? ഹൈഡ്രജനാണ് കേട്ടോ. അപ്പോൾ ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഓർക്കണേ, എന്താ പ്രത്യേകത? ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നു. സ്വയം കത്തുന്ന മൂലകം. എന്താണ്? സ്വയം കത്തുന്ന മൂലകമാണ്. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകമാണ്. എല്ലാ ആസിഡുകളിലേക്കുള്ള പൊതുഘടകം. എല്ലാ ആസിഡിലുമുള്ള പൊതുഘടകമാണ്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന ഘടകം. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ എന്താണ്? 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റു പ്രത്യേകത എന്തൊക്കെയാണ് ഹൈഡ്രജൻ്റെ? ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റമാണ് ഏത്? ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. എന്താണ്? ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകവും ഏത് തന്നെയാണ്? അതും ഹൈഡ്രജൻ തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏറ്റവും ലഘുവായ ആറ്റമാണ്, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ്, ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം കൂടിയാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്താ? സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. എന്താണ്? സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏതാ? ഏതാ? ഹൈഡ്രജനാണ്.
ആൽക്കലിയും ലോഹങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ ആൽക്കലിയും ലോഹവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകവും ഏത് തന്നെയാണ്? അതും ഹൈഡ്രജൻ തന്നെയാണ്. ഒന്നോടെ പറയാം, ആൽക്കലിയും ലോഹവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. സോഡിയവും ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ്. ഈ ഒരു ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഏത് വർഷം? 1766 ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം കണ്ടുപിടിച്ചത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതെങ്കിലും ഈ ഹൈഡ്രജൻ എന്ന ആ പേര് നിർദ്ദേശിച്ചത് ലാവോസി ആണ് കേട്ടോ. ലാവോസി ആണ് ഹൈഡ്രജൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകം നൽകിയ വിശേഷണം എന്തായിരുന്നു? ഹെൻറി കാവൻഡിഷ് ആണ് ഈ ഒരു ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത്. അദ്ദേഹം ഹൈഡ്രജൻ വാതകത്തിന് നൽകിയൊരു വിശേഷണമാണ് കത്തുന്ന വായു എന്നത്. എന്താണ്? കത്തുന്ന വായു എന്ന്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ഹെൻറി കാവൻഡിഷ് ആണോ? അല്ല, അദ്ദേഹം ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ്. അദ്ദേഹം ഈ ഹൈഡ്രജൻ നൽകിയ വിശേഷണം കത്തുന്ന വാതകം എന്നാണ്. ഈ ഹൈഡ്രജൻ എന്ന ഒരു പേര് നൽകിയത് ലാവോസിയോ ആണ്. അദ്ദേഹം ഈ ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥമായിട്ട് പറയുന്നത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. എന്താണ് ഈ ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് കേട്ടോ. ഇനി എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതേതാ? അത് ഹൈഡ്രജൻ ആണ്. ഇനിയിപ്പോൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജ്ജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണ്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജ്ജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. ഭാവിയിലേക്കുള്ള ഇന്ധനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? ഹൈഡ്രജൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരും ഹൈഡ്രജൻ ആയിട്ടാണ് വരുന്നത്. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാ? 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1ലും സ്റ്റേജ് 5ലും ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. ഹൈഡ്രജൻ ആണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ് കേട്ടോ. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാ? അത് ഓക്സിജൻ ആണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചോദിക്കുവാണെങ്കിലോ? ഭൂവൽക്കത്തിൽ ഓക്സിജൻ ആണ്. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതോ? നൈട്രജൻ ആണ്. മാറിപ്പോകരുത് കേട്ടോ, ഒന്നോടെ ഞാൻ പറയാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ഓക്സിജൻ. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുവാണെങ്കിലോ? അത് ഹൈഡ്രജൻ ആണ്. മാറിപ്പോവർ ചിലപ്പോൾ ചെരുപ്പും പിടിച്ചിറക്കാൻ ചോദിക്കാം. ഒന്നോടെ പറയാം, മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ. ഇനി പ്രപഞ്ചത്തിലാണെങ്കിലോ? അത് ഹൈഡ്രജൻ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകുന്നു. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. ഇനി കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് 10th ലെവൽ പ്രിലിംസ് സ്റ്റേജിൽ 3 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ഹൈഡ്രജൻ ആണ് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ഹൈഡ്രജനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഏതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അടുത്തൊരു ചോദ്യം, ഭാവിയിലെ ഇന്ധനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന 10th ലെവൽ സ്റ്റേജിൽ 1 ചോദിച്ചിട്ടുള്ളതാണ്. ഭാവിയിലെ ഇന്ധനം എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഏതാണ്? പ്രോട്ടിയം ആണ് ഇതിനകത്താണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിനെക്കുറിച്ച് നോക്കാം? ഓക്സിജനെ കുറിച്ച് നോക്കാം. ഒരു ചോദ്യം നോക്കിക്കേ, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത്? എൽജിയസ് വേരിയസ് SR4 SC/ST ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ. ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തിരികൾ
ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന വാതകം ഏതാ അതും ഓക്സിജനാണ്. യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓക്സിജനെ കുറിച്ച് നോക്കാം. നമ്മൾ മനുഷ്യൻ, ജീവികളും ഒക്കെ സസ്യജാലങ്ങളും എല്ലാം ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിജനാണ് അല്ലേ. ജീവവായു എന്നറിയപ്പെടുന്നു. കത്താൻ സഹായിക്കുന്ന വാതകമാണ്. നമ്മൾ ഹൈഡ്രജൻ പറഞ്ഞപ്പോൾ കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സ്വയം കത്തുന്ന മൂലകം അല്ലെങ്കിൽ വാതകം എന്നൊക്കെ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജൻ. ഓക്സിജൻ ആണെങ്കിലോ കത്താൻ സഹായിക്കുന്ന, കത്തുന്നതല്ല, കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ എന്ന് പറയുന്നത്. മാറിപ്പോവരുത്. കത്തുന്ന മൂലകം അത് ചോദിക്കുവാണെങ്കിൽ അത് ഹൈഡ്രജൻ ആണ്. കത്താൻ സഹായിക്കുന്നത് വാതകം ചോദിക്കുവാണെങ്കിലോ അത് ഓക്സിജനുമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാ? ഓക്സിജനാണ്. മണം, നിറം, രുചി എന്നിവയിലില്ലാത്ത വാതകം. മണവും നിറവും രുചി എന്നിവയൊന്നും ഇല്ലാത്തൊരു വാതകമാണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും ഓക്സിജൻ ഉണ്ടല്ലോ, നമുക്കത് മണം കൊണ്ടോ നിറം കൊണ്ടോ രുചി കൊണ്ടോ അറിയാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് നിറം കൊണ്ടോ മണം കൊണ്ടോ രുചി കൊണ്ടോ ഒന്നും അറിയാനായിട്ട്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകവും ഏത് തന്നെയാണ്? നമ്മുടെ ഓക്സിജൻ തന്നെയാണെന്ന് ഓർക്കുക. ഇനി ഓക്സിജൻ എന്ന വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. 1774 കേട്ടോ. നമ്മൾ പറഞ്ഞു നമ്മുടെ നേരത്തെ പഠിച്ച ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം 1766 ഈ ഒരു ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത്. ഹൈഡ്രജന് പേര് നൽകിയ ലാവോസിയ എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി. 1774 ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജന് പേര് നൽകിയതും ലാവോസിയ തന്നെയാണ് കേട്ടോ. ഓക്സിജന് പേര് നൽകിയ, ഹൈഡ്രജന് പേര് നൽകിയ അതേ വ്യക്തിയായിട്ടുള്ള ലാവോസിയാണ് നമ്മുടെ ഓക്സിജനും പേര് നൽകിയത്. ആസിഡ് ഉണ്ടാക്കുന്നു എന്നാണ് ഇതിനർത്ഥം വരുന്നത്. ഓക്സിജൻ എന്ന് പറഞ്ഞതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നു എന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണെങ്കിൽ ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കേട്ടോ. ഓക്സിജൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? അംശിക സ്വേദനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഓക്സിജൻ വ്യാവസായിക നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോക്കറ്റിൽ ഓക്സൈഡറായി ഉപയോഗിക്കുന്ന മൂലകം, ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന മൂലകം ഏതാ? ദ്രാവക ഓക്സിജൻ ആണ് കേട്ടോ. എന്താണ്? ദ്രാവക ഓക്സിജൻ ആണ്. ഇനി അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ചോദിക്കുവാണെങ്കിലോ, അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 21%. അപ്പോൾ 21% എന്ത്? അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 21%. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 21%. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം, ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ ഇതായിട്ടുണ്ടാകുന്നു? ജ്വലനം ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ജ്വലനം ഉണ്ടാകുന്നു എന്ന് ഓർക്കുക. ഇനി ശുദ്ധജലത്തിൻ്റെ ഓക്സിജൻ അളവ്. ശുദ്ധജലത്തിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 89% ശുദ്ധജലത്തിൻ്റെ ഓക്സിജൻ അളവ്. ശുദ്ധജലത്തിൽ 89% ഓക്സിജൻ ഉണ്ടെന്നും കൂടി ഓർക്കുക. ഇനി ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ ശ്വസിക്കാനായിട്ട് ജലത്തിനടിയിലേക്ക് പോകുമ്പോൾ അവർ സിലിണ്ടറൊക്കെ പുറത്ത് വെച്ച് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് പോകാറില്ലേ? അതിനുള്ളിൽ ശരിക്കും ഓക്സിജൻ മാത്രമാണോ ഉള്ളത്? ഓക്സിജനും ഹീലിയത്തിൻ്റെ മിശ്രിതമാണ് കേട്ടോ അവർ ശ്വസിക്കുന്നത്. ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും ഒരു മിശ്രിതമാണ്. ഇനി ഓസോണിൻ്റെ രൂപാന്തരത്തെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഓസോണിൻ്റെ രൂപാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്സിജൻ്റെ രൂപാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മളെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ സംരക്ഷണം നൽകാനായിട്ട് നമ്മൾ കുട ചൂടുന്ന പോലെ ഭൂമി ഒരു കവചമായിട്ട് മാറ്റുന്ന ഒന്നുണ്ടല്ലോ. എന്താണ് ആ രൂപാന്തരം? ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണമാണ് ഉള്ളത്. എത്രയാണ്? 3 എണ്ണമാണ് കേട്ടോ. ഇനി ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കവചം ഉൾക്കൊള്ളുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്സിജനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ഓക്സിജനെ കുറിച്ച് പഠിച്ചത്? ഒന്ന് ഓർത്തേ. എന്തൊക്കെ പറഞ്ഞു? ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ്, ജീവവായു എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന വാതകമാണ്, മനുഷ്യത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ്,
നിറം, മണം, രുചി എന്നിവയിൽ ഇല്ലാത്തൊരു വാതകമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകവും ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. ആസിഡ് ഉണ്ടാക്കുന്നു എന്ന അർത്ഥം വരുന്നതാണ് ഇത് ഈ ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്സിജൻ വ്യവസായിക അടിസ്ഥാനം നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോക്കറ്റിൽ ഓക്സിഡറായി ഉപയോഗിക്കുന്ന മൂലകമാണ് ഇത് ദ്രാവക ഓക്സിജൻ. അന്തരീക്ഷ ഓക്സിജൻ അളവ് 21%. ശുദ്ധജലത്തിൽ ഓക്സിജൻ അളവ് 89%. ഈ മുങ്ങൽ വിധത്തിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ ഓക്സിജൻ്റെ ഹീലിയത്തിൻ്റെ മിശ്രിതമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ഇത് ജ്വലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓക്സിജനെ കുറിച്ച് നോക്കിയതിന് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമേ ഓക്സിജൻ നിർമ്മിച്ചത്? അപ്പോൾ ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞാൽ 1774. അപ്പോൾ ഏതാണ്? മെർക്കുറി ഓക്സൈഡ് ആണ് കേട്ടോ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമേ ഓക്സിജൻ നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ ഏത് പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ്? മെർക്കുറി ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3ലും യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 1ലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ. ഇനി അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ആദ്യത്തേത് ഏതാ? ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലേ നൈട്രജൻ ആണ് ആദ്യത്തേത്. സെക്കൻഡ് പൊസിഷനിൽ ആരാ? ഓക്സിജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ് എത്രയാ? 21% നമ്മൾ പറഞ്ഞല്ലേ. എത്ര ശതമാനമാണ് അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത്? 21%. 21%. ഏറ്റവും കൂടുതൽ നൈട്രജൻ, രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഓക്സിജൻ ഉള്ളതെന്നും കൂടി ഓർക്കുക. അതുപോലെ തന്നെ ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അത് ഓക്സിജനാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഒരു പോയിന്റ് പോലും വിടാതെ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.